പറഞ്ഞല്ലോ. അങ്ങനെ അഴകത്തമ്മയും അഴിക്കുള്ളിലായി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. അവളൊരു പാവ. അവളെ ഉപദ്രവിക്കരുത്. നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും ഭേദ്യം ചെയ്തോളൂ. എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റോളാം. കുറ്റങ്ങളേക്കണ്ട, ഉള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞേച്ചാ മതി. പെങ്ങളെ കമ്മീഷൻ ഓഫീസിൽ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ഇവിടെ തന്നെയും ചോദ്യം ചെയ്യണമെന്ന ഓർഡർ. അതുകൊണ്ട് എന്റെ കൈക്ക് പണി ഉണ്ടാക്കാതെ ഉള്ള സത്യം അങ്ങ് പറഞ്ഞേക്കണം. ചോദിക്കൂ, പറയാ. അഴകത്ത് എത്ര സ്വത്ത് വരും? കോടിക്കണക്കിന് സ്വത്തുണ്ട് ഞങ്ങൾക്ക്. അതിലെത്ര കള്ളപ്പണമുണ്ട്? ഒരു നയാ പൈസ കള്ളപ്പണമില്ല. തല്ല് കൊള്ളല്ലേ, എന്നെ കൊണ്ട് തല്ലിക്കല്ലേ. തന്റെ വീട്ടിൽ നിന്ന് പിടിച്ച മുക്ക് പണ്ടങ്ങളുടെയും കള്ളനോട്ടിന്റെയും ഒറിജിനൽ എവിടെ? അതറിയില്ല. ആരോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ വീട്ടില് കള്ളം പറയുന്നതും കള്ളത്തരം കാണിക്കുന്നതും താനാ. അഴകത്തെ അറപ്പുരയില് ഇത്രയും സ്വർണവും പണവും ഉണ്ടെന്ന് മറ്റാർക്കെങ്കിലും അറിയായിരുന്നോ? അതറിയില്ല. അപ്പൊ തനിക്കതറിയായിരുന്നു. സത്യം പറയടാ. എനിക്കറിയാമായിരുന്നു. എന്നാ പറ, എവിടെന്നാ ഈ പണത്തിന്റെ സോഴ്സ്? ഞങ്ങൾക്ക് തലമുറകളായിട്ട് കിട്ടിയതാ. കള്ളം പറയുന്നോടാ. ഒന്നുകിൽ നിങ്ങൾക്ക് നിധി കിട്ടി, അല്ലെങ്കിൽ ജുവലറിയുടെ മറവിൽ സ്വർണ്ണ കച്ചവടം ഉണ്ട്. ഒരിക്കലും ഇല്ല. ഇല്ല. ഉണ്ടെന്ന് നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. സത്യം പറയണം. കൃഷ്ണ, എന്തിനാ മോളെ നീ തല്ലു മുഴുവൻ കൊണ്ടത്? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അമ്മയെ പിടിച്ചോണ്ട് പോകുന്ന വിചാരിച്ചില്ല അരവിന്ദേട്ടാ. ഞാൻ പോലീസുകാരെക്കാളൊക്കെ വലിയ ആളല്ലേ അമ്മ. എന്നിട്ട് നമ്മുടെ കഷ്ടകാല സമയ. അല്ലെങ്കിൽ അഴകത്ത് വീടിന്റെ നടക്കല് പോലും വരില്ല പോലീസുകാർ. അമ്മ വല്ലാതെ കരഞ്ഞു അരവിന്ദേട്ടാ. അതാ എനിക്ക് സഹിക്കാത്തത്. അമ്മ ഒരിക്കലും കരഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് ആ കണ്ണീന്ന് കണ്ണീര് തേരി തേരി വരുന്ന കണ്ടപ്പോ പിന്നെ ആരാ എന്താന്നൊന്നും നോക്കിയില്ല ഞാൻ. നമ്മുടെ അമ്മയുടെ കണ്ണീര് വീണ അത് വീഴ്ചവരാളി കത്തി ദഹിച്ചു പോകും. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മൈഥിലി. ഇത് ചിലപ്പോ നീർക്കെട്ട് വീഴും. അത്രയ്ക്കൊന്നുമില്ല. എല്ലാരും എന്റെ കവിളത്ത് തല്ലിയിട്ടുള്ളതല്ലാതെ ഇങ്ങനെ അടിയിട്ടുന്ന ആദ്യമായിട്ടല്ലേ. അതിന്റെയാ. ഇനിയിപ്പോ ഇതും ശീലമായി. ഞാൻ പറയാറില്ലേ അരവിന്ദേട്ടാ, എല്ലാവരും തല്ലുകൊള്ളാനാ എന്റെ ജന്മമൊന്നും. അപ്പോ അരവിന്ദേട്ടൻ എന്നെ കളിയാക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ വീടിനെയും നമ്മുടെ അമ്മയൊക്കെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടായിരുന്നു മൈഥിലി. നീ എനിക്ക് വലിയ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുക. ഇതിലും വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ എനിക്കറിയാം. അത് പക്ഷെ അരവിന്ദേട്ടന് വേണ്ടിയേ ഞാൻ കാണിക്കും. എന്താ അത്? മരിക്കും. അരവിന്ദേട്ടന് വേണ്ടി മരിക്കാനും തയ്യാറാവും. ഉണ്ണിയമ്മേ, മോനെ സുമംഗലയ്ക്ക് എന്തുണ്ണിയമ്മേ തല്ലി ചാച്ച ഉണ്ണിയമ്മേ? അത് പോട്ടെ, സാരില്ല. നീ സുമംഗലയുടെ കാര്യം പറയേ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ഉണ്ണിയമ്മേ തല്ലിയതാരാ? സീയ? അത് പിന്നെ പോലീസ് പിടിച്ചാ തല്ലാതിരിക്കുവോ? പണ്ടേ എന്നോടൊരു ദേഷ്യം ഉണ്ടല്ലോ അയക്ക്. ദേഷ്യം തീർക്കുന്നത് ദേഹത്ത് തൊട്ടാ? അതൊന്നും നീ കാര്യാക്കണ്ട. എന്നെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട.
നീ സുമംഗലയ്ക്കൊന്നും വരാതെ നോക്ക്. അവളെ തല്ലോ മറ്റോ ചെയ്യുമെന്ന് എന്റെ പേടി. ആനന്ദേ, നീ അങ്ങോട്ട് പോവുക. എക്സ്ക്യൂസ് മീ സർ. യെസ്. സാറ് ഉണ്ണിയമ്മയെ തല്ലിയോ? ആ, താനിരിക്കെ. ഞാനിരുന്ന് സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നുമല്ല. എനിക്ക് സാറ് ഉണ്ണിയമ്മയെ തല്ലിയോന്ന് അറിയേണ്ടത്. ഇത് ധ്യാന കേന്ദ്രമൊന്നുമല്ല, പോലീസ് സ്റ്റേഷനാ. തർക്കുത്തരം പറഞ്ഞാൽ ചിലപ്പോ തല്ലും. ആ, തൊടില്ല സാറ്. ദേ, ഇപ്പൊ ഈ തല്ലിയതിന് സാറിനെ കൊണ്ട് ഞാൻ കോടതി സമാധാനം പറയിപ്പിച്ച് കഴിഞ്ഞ പിന്നെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു പ്രതിയെയും നുള്ളി നോവിക്കില്ല സാറ്. എന്നെ ഭീഷണിപ്പെടുത്താൻ അങ്ങ് വിചാരിച്ചോ താൻ? ഭീഷണിയൊന്നും അല്ല സാറേ, നടക്കാൻ പോകുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. എന്റെ ഉണ്ണിയാമ്മയുടെ ദേഹത്ത് സാറ് കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എണ്ണി എണ്ണി ഞാൻ സമാധാനം പറയിപ്പിക്കും. പണ്ടത്തെ കാലമൊന്നും അല്ല സാറേ ഇത്. മൂന്നാം മുറയൊക്കെ വല്ല മുച്ചീട്ട് കളിക്കാരുടെ ദേഹത്ത് മതി. നല്ല കുടുംബത്തിൽ പറഞ്ഞവരോടൊന്നും വേണ്ട. നല്ല കുടുംബത്തിൽ പറഞ്ഞവരാണ് അവിടെ കള്ളനോട്ട് കൊണ്ട് നടക്കുന്നത്. കള്ളനോട്ടൊക്കെ മനസ്സറിയാതെ ചിലപ്പോ സാറിന്റെ കയ്യിൽ ബന്ധപ്പെടും. അത് വിട്. എങ്ങനെ വന്നു, എന്തു സംഭവിച്ചു എന്നൊക്കെ ഞാൻ കോടതിയിൽ തെളിച്ചോളാം. സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്ത പ്രതി കുറ്റവാളിയാണോ തീരുമാനിക്കേണ്ടതേ സ്ഥലം CI അല്ല. അതിനാ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും കോടതിയൊക്കെ. ഞാൻ ഈ സ്റ്റേഷനിൽ വന്നതും ഉണ്ണിയാമ്മയുടെ തല്ലുകൊണ്ട് ലോക്കപ്പിൽ കിടക്കുന്ന രൂപവും ദാ ഇപ്പൊ ഈ സംസാരിക്കുന്നതും വരെ ഫുള്ളി റെക്കോർഡാ. നാളെ ഇത് ഞാൻ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാലേ ദാ ഈ ഇരിക്കുന്ന സീറ്റിലേ വേറെ ആണുങ്ങൾ കയറി ഇരിക്കും. അതിനുവേണ്ടിയേ ഇനി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞാൻ പോവും. ഇന്ന് രാത്രി എന്റെ ഉണ്ണിയാമ്മ ഇവിടെ സുരക്ഷിതമായി ഇരിക്കണം. അതിനുവേണ്ടി കൂടിയാ ഞാൻ പറയുന്നത്. മിസ്റ്റർ ആനന്ദ്, നമുക്ക് സംസാരിച്ച് തീർക്കാം. നിങ്ങൾ ഇരിക്കൂ. നോ താങ്ക്സ്. വെറുതെ ഒരു പ്രശ്നത്തിലേക്കൊന്നും പോകരുത്. പോവില്ല സാറേ, പക്ഷേ സഹായിക്കണം. കോടതി ഹാജരാക്കുന്ന ചാർജ് ഷീറ്റിൽ ഇല്ലാത്തൊന്നും എഴുതി പിടിപ്പിക്കരുത്. ഇത് ഒരു ഭീഷണിയായിട്ട് വിചാരിക്കരുത്. എന്റെ ഒരു അപേക്ഷയാണ്. ശരിക്ക് കിട്ടിയല്ലേ പോലീസുകാരുടെ കയ്യിന്ന്? അതെ, എടുത്തിട്ട് ഇടിച്ചോ അവര്? അയ്യോ, കരച്ചില് വരുന്നോ? കണ്ണീരൊന്നും അങ്ങനെ വെറുതെ കളയരുത്. ഞാൻ തുടച്ചു തരാം. ഇപ്പൊ കരഞ്ഞ നീ കണ്ണീര് മുഴുവൻ തീർക്കല മൈഥിലി. ഇനി അങ്ങോട്ട് എന്തോരം കരയാനുള്ളതാ. അതുപോലെ നിന്നെ ഞാൻ ദ്രോഹിക്കാൻ പോവല്ലേ. ഇനി നീ എത്ര ദ്രോഹിച്ചാലും ഇതിൽ കൂടുതലൊന്നും വരാനില്ല. നിനക്ക് ഭ്രാന്താടി പെണ്ണെ. നീ അല്ലാതെ വേറെ ആരെങ്കിലും പോലീസുകാരോട് തട്ടിക്കേറോ? ആ തള്ളേനെ പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് നിനക്കെന്താ? എനിക്കെന്റെ മമ്മിയെക്കാളും ഇഷ്ടം ഇവിടുത്തെ അമ്മയാ. ഞാനത് പുറത്തു കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കഷ്ടം, മാങ്ങാ തൊലി. ഈ ലോകത്ത് ആർക്കും ആരോടും ഇഷ്ടമില്ല പെണ്ണെ. അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ഇതിന്റെയൊക്കെ പുറകിൽ നീയാണെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ ഒരു തെളിവ് കിട്ടിയിട്ടില്ല എനിക്ക്. എന്നെങ്കിലും കിട്ടും. അതിനു മുമ്പ് നിന്നെ ഞാൻ തട്ടും. വേലി ചാടുന്ന പയ്യന് കോലുകൊണ്ടാടി മരണം. ഞാൻ കെട്ടുന്ന വേലിക്ക് മുകളിലേക്ക് എന്ന് നീ ചാടുന്നോ അന്ന് നിന്നെ ഞാൻ കുത്തിക്കൊല്ലും.
വല്യേട്ടാ, അമ്മ നീ എവിടെയായിരുന്നു? ഞാൻ ചെന്നൈയിലായിരുന്നു. KTCയുടെ ഓർഡർ ക്യാൻസലായി. അത് അന്വേഷിക്കാൻ പോയതാ. അവിടെ വെച്ചാ ന്യൂസ് കണ്ടത്. പേടിച്ചു പോയി ഞാൻ. എന്താ സംഭവം? ഇവിടെ വലിയ ബഹളമായിരുന്നു. മൈഥിലി അമ്മയെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പോലീസുകാരെല്ലാം കൂടെ ആ പാവത്തിനെ എടുത്തിട്ട് തല്ലി. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അനന്തു. ഉണ്ടെങ്കിൽ ഏട്ടത്തിയെ തല്ല ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പാവത്തിന്റെ കിടപ്പ് കണ്ടാ സങ്കടം വരും. എന്താ അമ്മയുടെ ഉണ്ണിയമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ? അമ്മ കമ്മീഷൻ ഓഫീസിലാ, ഉണ്ണിയമ്മ പോലീസ് സ്റ്റേഷനിലും. ഇനി നാളെ കോടതിയിൽ ഹാജരാക്കണം. ജാമ്യം എടുക്കാൻ നമ്മുടെ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നാലും ഈ അറപ്പുരയ്ക്കകത്തിരുന്ന സ്വർണവും പണവും ആരാ കട്ടെടുത്തത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. എനിക്കൊന്നും അറിയില്ല. അമ്മ ഇറക്കിക്കൊണ്ട് വരണം. അത് കഴിഞ്ഞ് അമ്മയുടെ അഭിപ്രായം പോലെ ചെയ്യാം. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലേ? പോലീസുകാര് ഒരുപാട് തല്ലിയോ? കുറച്ച്. ഇടത്തി അവരെ തടയണ്ടായിരുന്നു. തടഞ്ഞുകൊണ്ട് അവർ കൊണ്ടുപോകാതിരിക്കൊന്നുമില്ല. അമ്മയെ കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമായിരുന്നു. നിനക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലും നീ ചെയ്തോ? അതിനും ഞാൻ ഇപ്പോഴല്ലേ കാര്യങ്ങൾ അറിയുന്നത്. മതിയല്ലോ. ഇനിയാണെങ്കിലും ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഈ അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് നിനക്കാ. ഞാൻ എന്ത് ചെയ്യണം? കവിതയെ ഉപേക്ഷിക്കണം. എന്നിട്ട് നല്ല പുളിങ്കമ്പ് വെട്ടി അടിച്ചോടിക്കണം. രണ്ടാമത് കെട്ടിയതും ഉപേക്ഷിച്ചു എന്ന് ആളുകൾ പറയുമായിരിക്കും. പറഞ്ഞോട്ടെ. എന്നാലും ഈ കുടുംബം തകരാതിരിക്കാൻ അതാ നല്ലത്. കവിത അവൾ എന്ത് ചെയ്തു എന്നാണ് ഏടത്തി പറഞ്ഞു വരുന്നത്? അവൾ എന്താ ചെയ്യാത്തെന്ന് ചോദിക്ക്. ഈ വീട്ടിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവളാ. അത് ഏടത്തിക്ക് അവളെ ഇഷ്ടമില്ലാത്തോണ്ട് തോന്നുന്ന. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും ബോധ്യപ്പെടും. അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കും. അനന്തു, ഇന്ന് അമ്മയാണെങ്കിൽ നാളെ നീയാ. ഓർത്തു വെച്ചോ. എങ്ങനെ ഇവിടെ? പോലീസുകാർ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? ഇല്ലടാ, ആരും ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഒരു കുഴപ്പമില്ല. മോനെ, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ ആരും ഒന്നും അമ്മയെ പറഞ്ഞിട്ടുമില്ല. നാളെ എന്തായാലും കോടതിയെ കൊണ്ടുപോകുമല്ലോ. അപ്പൊ അമ്മയ്ക്ക് ജാമ്യം കിട്ടും. നീ കരയില്ലേ? എന്റെ നെഞ്ചിലിരുന്നിങ്ങനെ. മോനെ ആനന്ദ്, പോട്ടടാ, സാരമില്ല. ഇന്നാടി കിടക്കണമെന്ന് തോന്നുമ്പോ ഈ തുണി വിരിച്ചു കിടന്നോ? കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ചൂടെ? ഇത് ആരാന്നറിയോ? പിന്നെ പിടിച്ചുപറിക്കാർ വരെ ഇപ്പൊ കാഞ്ചീപുരം പൊട്ടാ ഉടുക്കുന്നേ. ആരൊക്കെ എന്തൊക്കെയാന്ന് ആർക്കറിയാം? മോനെ, വഴക്കുണ്ടാക്കരുത്.
മേ ഐ കം ഇൻ? യെസ്. നിങ്ങളുടെ പോലീസുകാരോട് കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കാൻ പറയണം. ഈ എടാ എടി എന്നൊക്കെ വിളിക്കുന്ന സംസ്കാരേ പ്രാകൃതമാ. സ്റ്റേറ്റ്സിലൊക്കെ ചെന്ന പോലീസുകാർ നമ്മളോട് സാർന്നും മേഡം എന്നൊക്കെ സംബോധന ചെയ്യാ. പബ്ലിക് സർവൻസാ പോലീസുകാര്, ജനസംരക്ഷകര്. ഇതെന്താ ഇത്? കിടക്കാൻ ഒരു പായെങ്കിലും കൊടുത്തോളൂ നിങ്ങൾക്ക്. എന്റെ അമ്മയ്ക്ക് ബാക്ക് പെയിൻ ഉള്ളതാ, കയ്യിന് വയ്യാത്തതാ. ഒരു മാനുഷിക പരിഗണനെങ്കിലും കൊടുത്തോളൂ നിങ്ങൾക്ക്. ഗെറ്റ് ഔട്ട്. ഒരു ഗെറ്റ് ഔട്ട് പറഞ്ഞാലൊന്നും പ്രശ്നം തീരില്ല. സാമാന്യ നീതിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഔട്ട് ഐ സേ. പറ്റില്ല. I say you get out. നിന്റെ അമ്മയ്ക്ക് എന്താ ആട്ടുകെട്ടിൽ കെട്ടി കൊടുക്കണമായിരുന്നു ഇവിടെ? നൈറ്റ് ഡ്യൂട്ടിക്ക് ഇവിടെ വെളുക്കുന്നവരെ പാറാവ് നിൽക്കുന്ന പോലീസുകാരുണ്ട്. പാതിരാത്രിക്കും പുലർച്ചയ്ക്കും ചത്തു ചീഞ്ഞ ശവങ്ങൾക്ക് കാവൽ നിൽക്കുന്നവരുമുണ്ട്. അവർക്കൊന്നുമില്ലാത്ത സൗകര്യം നിന്റെ അമ്മയ്ക്ക് വേണോ? ഒരൊറ്റ ദിവസം തുണി വിരിച്ച് കിടന്നിട്ട് നിന്റെ അമ്മ അങ്ങ് മരിച്ചു പോയാ ഞാൻ സമാധാനം പറഞ്ഞോളാം. ഇറങ്ങിപ്പോടാ. കരയില്ലേ മോളെ, പോലീസുകാർ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് അറസ്റ്റ് ചെയ്തതാവും. തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും ലക്ഷ്മി അമ്മ. എന്നെ ചതിയിൽപ്പെടുത്തിയ പോലെ അമ്മയും ചതിയിൽപ്പെടുത്തുക. ആരാ ഈ അതിക്രമമൊക്കെ ചെയ്യുന്നേ? ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർക്കൊപ്പം കവിതയുണ്ട്. അവളാ ഇതിനൊക്കെ പിന്നില്. മുക്കുപണ്ടങ്ങൾ വിറ്റുന്ന കേസ്. മുക്കുപണ്ടം വെക്കേണ്ട ഗതികേടൊന്നും അഴകത്തമ്മയ്ക്കില്ല. അങ്ങനെ അന്തസ് കെട്ടൊരു പണി എന്റെ അമ്മ ചെയ്യില്ല. അപ്പോ ഇതിനകത്തൊരു ട്രാപ്പുണ്ട്. മോള് പറയും പോലെ മനഃപൂർവ്വം അകപ്പെടുത്തുന്ന ഒരു ട്രാപ്പ്. എനിക്കിപ്പോ പേടി അതല്ല. എന്നെ കൊല്ലാൻ തീരുമാനിച്ചതുപോലെ അവൾ അമ്മയും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. മക്കളൊക്കെ ഇല്ലേ അടുത്ത്? എല്ലാരെയും തമ്മിൽ തെറ്റിക്കും. എന്നിട്ട് ഓരോരുത്തരെയായി ഒഴിവാക്കും. അവസാനം അവള് മാത്രമാവും വീട്ടില്. ആ വീടിനെ മോൾ ഇപ്പോഴും ഇത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ? ഒരുപാട് ഒരുപാട് ഒരുപാട്. കെട്ടിക്കയറി ചെന്ന വീടാ. ഒരു പെണ്ണിന്റെ സ്വപ്നം മുഴുവൻ പൊലിഞ്ഞു പോയതും ആ വീട്ടില്. പക്ഷെ എന്നിട്ടൊരു ദിവസം അവിടെ ചെന്നപ്പോ സ്വർഗത്തിൽ ചെന്ന പോലെ. മോള് അവിടുത്തെ അല്ലേ? രക്തബന്ധം മോളെ അങ്ങോട്ട് അടുപ്പിക്കുന്നത് അല്ല, ഒരിക്കലും അല്ല. അങ്ങനൊരു ബന്ധം എന്റെ മനസ്സിലില്ല. അവിടുത്തെ അമ്മയെ മാത്രം മതി എനിക്ക്. അമ്മയെ മാത്രം. ആനന്ദേ, ഞാനൊന്ന് ഇരിക്കട്ടെ വരട്ടെ. എന്തു പറ്റി നിനക്ക്? സാർ, അമ്മയെ കണ്ടൂല്ലേ? കണ്ടു. എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറത്തെ ഇതൊക്കെ. കിടക്കാൻ നിലത്തൊരു പായ പോലും കഷ്ടി അമ്മയ്ക്ക്. അഴകത്തമ്മ ബാലമണി, അഴകത്തമ്മ. ഇപ്പോ എന്റെ ജീവനും ജീവിതവും ഒക്കെ അമ്മയാ.
കരയരുത്. നീ ബുദ്ധിയുള്ള കുട്ടിയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും നോക്ക്. കണ്ണീര് കാര്യങ്ങൾക്ക് തടസ്സമാവുകയുള്ളൂ. എനിക്കറിയാം, എനിക്കറിയാം. അമ്മയില്ലാത്ത വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയാതെ വിഷമിച്ച ഞാൻ ഇങ്ങോട്ട് വന്നേ. നേരൊന്ന് വെളുത്ത് കിട്ടിയാൽ മതി. ജാമ്യം എടുക്കാനല്ലേ? ജാമ്യം എടുക്കണം. എടുക്കാം. കിട്ടും അല്ലേ ബാലമണി? അതെ, കിട്ടും സർ.